വിളിക്കാത്ത കല്യാണത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മ പതുങ്ങിയാണ് വന്നിരിക്കുന്നത്. എവിടുന്ന് എങ്ങനെ തല്ലുകൊള്ളൂന്ന് അറിയില്ല, മൂഞ്ചി മുഖത്ത് ആരും അറിയില്ല. പ്ലാന് വരണേ എന്താ ആദ്യം നേരെ പോവുക, കുടിക്കുക, ചെക്കനെ നോക്കുക, നേരെ കുട്ടിനെ സംഭവില്ലേ. നമ്മുടെ ഏട്ടനെ കുട്ടി നോക്കണോ പറഞ്ഞു, പക്ഷെ ആ കുട്ടി എന്നെ നോക്കി പറഞ്ഞ വിശ്വസിക്കില്ല. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. നാമതാ ബിരിയാണി ചോറ് കഴിക്കാൻ തല്ലി കൂട്ടുകാരും ഞാൻ വിളിച്ചില്ലേ. എനിക്കൊരു കല്യാണം ഉണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങൂല്ല, എന്നെ വിളിക്കാത്ത ഞാൻ വരില്ല. സഹോ ഞാൻ വിളിക്കുന്നു. കരിപ്പോട്ടിലുള്ള കല്യാണം സത്യം എവിടെ നീ എന്നെ വിളിക്ക്, നോ വിളിക്കോളൂ. അയ്യോ ദാരിദ്ര്യം. അപ്പോ ഞാൻ നേരെ ഞാൻ വന്നിട്ട് വിളിക്കാം, നീ അങ്ങോട്ട് പാട്ടാ. നീ എന്നെ കാണാൻ വാ തൂമക്കണ്ണ. എന്നെ ശരി, ഓക്കെ വിളിക്കാം, വന്നിട്ട് വിളിക്കാം. ഫാമിലിയാണ് അതുപോലെ നീ എന്റെ ഫാമിലി, നീ മുസ്തഫ ഇതെന്താണ് എന്നെ അടിച്ചിട്ടുണ്ട്, നടന്നു പോവേ ഇതെന്ത് അല്ല വരാനുണ്ട്. പറഞ്ഞ പോലെ പോവാണ്, എല്ലാരും അവിടെ പോണ്ട് കൂടിയിരിക്കുന്നത്. നമ്മള് വിളിക്കാത്ത കല്യാണത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മ പതുങ്ങിയാണ് വന്നിരിക്കുന്നത്. എവിടുന്ന് എങ്ങനെ തല്ലുകൊള്ളൂന്ന് അറിയില്ല. ഈ കോലായിരിക്കില്ല പോകുമ്പോ, ബാക്കി നമുക്ക് പോകുമ്പോ കാണാം. പേര് ഇബ്രാഹിം കുട്ടി, പേര് സഞ്ജയ് അഹമ്മദ്. ഇനി നമുക്ക് അമീനാണ് ക്യാമറാമാൻ. ഇത് എന്റെ കൂട്ടുകാരനല്ലേ വിളിക്കണോ നമുക്കിപ്പോ. മുഹമ്മദ് കുട്ടി, അജന്റെ പേരെന്താണ്? അജ്മൽ. അപ്പൊ നമുക്ക് പോകെ ബാക്കി എല്ലാം അറിയാം. തല്ലുള്ളൂ, തിരിച്ചു വരുമോന്ന് അറിയില്ല ഗൈസ്. മൂഞ്ചി മുഖത്ത് ആരും അറിയില്ല. പ്ലാന് വരണേ എന്താ விவேக் பானர்ஜி செல் கொண்டா தப்பிச்சு போனவன் செல் ആദ്യം നേരെ പോവുക, കുടിക്കുക, ചെക്കനെ നോക്കുക, നേരെ കുട്ടിനെ രണ്ട് ടീമായി സൗണ്ട് ഉണ്ടാക്കിയിട്ട് കള്ളനാണെന്ന് മോത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നീ അവനെ വിളിക്കണം. അങ്ങനെ ഓടവാ, തിരിഞ്ഞോട. നിന്നില്ല ഇത് നീയാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. അവര് liking by Appus. കല്യാണത്തിന് വന്ന് തിന്നിട്ടു നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. പ്ലേറ്റ് ഇവിടെ കൊണ്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര അജ്മൽ. എന്താ പേര്? ഇത് അജ്മല്. നീ ആരാ?
നീ ആരാ? അജയ് അഹമ്മദ്. എന്ത്? അജയ് അഹമ്മദ്. മുഹമ്മദ് ആഷിർ. മുഹമ്മദ് ആഷിർ എന്റെ പേര്. നീയോ? നീയോ? നീ അതുവരെ പോയിട്ട് വാ. നീ പോയിട്ട് വരുമ്പോ ഞങ്ങൾ കഴിച്ചിട്ട് ഐസ്ലാൻഡ് മുമ്പിൽ കയറണ്ടേ. അവിടെ തന്നെ ആരെയും കോളനി പിടിക്കും. അപ്പൊ മുമ്പിൽ കൂടെ ഓടാനായിട്ട് അയ്യോ ചേച്ചി അള്ളാ പറഞ്ഞ തല്ല് വാങ്ങാ. ദൈവമേ ദൈവം വാങ്ങണ്ട. ബിരിയാണി തല്ലുകൊള്ളാൻ തളമ്പാണ്. ഇരിക്കി ഇരിക്കി. നീ കമന്റ് പറഞ്ഞേ. എന്ത് കമന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. കാണാൻ കുഴപ്പമില്ല. ഈ സംഭവമില്ലേ, നമ്മുടെ ഏട്ടനെ കുട്ടി നോക്കുന്നു പറഞ്ഞു. പക്ഷെ ആ കുട്ടി എന്നെ നോക്കി പറഞ്ഞ വിശ്വസിക്കില്ല. അതെ കൊറേ നേരമല്ല അങ്ങനെയൊക്കെ നോട്ടം. ഓ ചൂടില്ലേ? ഓ ശരി ആയിക്കോട്ടെ. ഓ ശരി. വൺഗേൾ ടൈപ്പാണ്. വൺഗേൾ എന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല. നോ ഗേൾ സിഗ്മയാണ് ഞാൻ. വന്നു ഇല വന്നു. ഇനി കഴിച്ചോ. ഇല വന്നു, ഗ്ലാസ് വന്നു, വെള്ളവും വന്നു. നീ എവിടെ? മനസ്സിലായി. വിട്ടോ ഇപ്പൊ വിട്ട് ഞങ്ങൾക്കെങ്കിലും ഫുഡ് കിട്ടും. നിനക്ക് ഇല കിട്ടിയിട്ടില്ല. നിന്റെ സ്നേഹം കൊണ്ടാണ് എത്ര പേര് ഉപയോഗിക്കാൻ വന്നിരിക്കുന്നത്. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. നീ നേരത്തെ പറയണ്ടാ. അവരവിടെ ഇരിക്കുന്നത് ഇലയായിട്ട് ഷിഫ്റ്റ് ചെയ്ത് അപ്പുറത്തായിരുന്നു. ഇല്ലാത്ത മോട്ടിവേഷൻ വന്ന് പല തരം കുഴി ചാടിച്ചോണ്ടി. വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് അവനൊന്നുമില്ല, തല പോലെ പൊക്കുള്ളവൻ. അവന് ചോറ് കണ്ട പിന്നെ അത് മതിയല്ലോ. നല്ല ബിരിയാണി. ബിരിയാണി എങ്ങനെ ആയതുകൊണ്ട് നല്ല എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. എങ്ങനെയുണ്ട്? ഓ അറിയുന്നുണ്ട്. A few minutes later. ഐസ്ക്രീം ഇല്ല. എങ്ങനെയുണ്ട്? ഇനി വൈകിട്ട് റിസപ്ഷന്. നീ അടുത്തോട്ട് പറഞ്ഞിട്ട് പോലെ വക്കീലായിട്ട് വരാം. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയി. മിഷൻ കംപ്ലീറ്റ്. മിഷൻ. അപ്പോ നമ്മൾ വന്ന ദൗത്യം അതിസാഹസികമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നല്ല വയറ് നിറച്ച് കഴിച്ചു. എല്ലാവരും സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും. റിസപ്ഷൻ പറയുന്ന ശാവാം. ഞാനില്ലേട്ടാ. എങ്ങനെയുണ്ടായത്? ഓസി കിട്ടിയ ഓംത്രായി ഒട്ടിക്കും. അതാണ് നമ്മുടെ ഈ തിന്നിട്ടുണ്ട്. ഓ 3 വട്ടം അടി കൊണ്ടാണ് കക്കിക്ക് വരും. അപ്പൊ വ്ലോഗ് എടുത്തല്ലേ? ഓക്കെ, താങ്ക് യു. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ലൈക്ക്, ഷെയർ, കമന്റ്. ബൈ. ഞാനും കേട്ടു. ഓക്കെ.